നമുക്ക് ഇന്നൊരു കപ്പ കൊണ്ടുള്ള ഒരു റെസിപ്പി കണ്ടാലോ. അപ്പോൾ എന്താണ് നമ്മൾ കപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണ് പാൽക്കപ്പയാണ്. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, അങ്ങനെ ആ സാധനങ്ങളൊക്കെ ചതച്ച് വെച്ചിരിക്കണേ. അങ്ങനെ തേങ്ങാപ്പാൽ അവിടെ എടുത്തുകൊണ്ട് അവിടെ വെച്ചിരിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ പൂളൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പിന്നെ എന്താണ് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ്. അങ്ങനെ പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള ലേശം വെള്ളവും പിന്നെ ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുക്കറിൽ അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 3 അടി കുക്കറിൽ അടിച്ചുങ്ങാണ്ട് അത് ഓഫാക്കി. പിന്നെ അതിക്ക് ആവശ്യമുള്ള വേറെ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ പോയതിന് അങ്ങനെ പിന്നെ മക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, കയ്യേറ്റൊക്കെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒക്കെ റെഡി ആയതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിക്ക് ലേശം കടുകും പിന്നെ ലേശം ഒരു ചുവന്ന മുളകും ഒക്കെ പാർക്ക് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇളക്കുന്നുണ്ട്. അങ്ങനെ ചുവന്ന മുളകൊക്കെ ഇടാൻ നിൽക്കുകയാണ്. അങ്ങനെ ചുവന്ന മുളകൊക്കെ ഇട്ട് പിന്നെ അതിക്ക് ആവശ്യമായിട്ട് വേപ്പിൻ്റെ ഇല, പിന്നെ അതൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉള്ളി, ചെറുള്ളിയും പിന്നെ ലേശം എന്താണ് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ പടക്കുക, അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ല ഇളക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊന്ന് മൂത്ത് വരുവോളം നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ പിന്നെ ഞാനതൊക്കെ റെഡി ആയതിന് ശേഷം കപ്പ അവിടെ വേവിച്ച് വെച്ചിക്കണ്, അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യണം, നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ കപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല മിക്സ് ചെയ്യണം. പിന്നെ അതൊക്കെ നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിൽ തേങ്ങാപ്പാൽ നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ പിന്നെ നമ്മളിത് നല്ല കുറുക്കിയെടുക്കണം. നല്ല അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ വറ്റണ വരെ നമ്മൾ അടുപ്പത്ത് വെക്കണം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് വിവരമൊക്കെ അറിയിക്കുക.